Hi all. CS 208 Principles of Database Design module number 6 അതിൽ ലോക്ക് ആൻഡ് ടു ഫേസ് ലോക്കിംഗ് എന്ന കൺസെപ്റ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ എന്താണ് ലോക്ക് എന്ന് മനസ്സിലാക്കി. കൺകറൻസി കൺട്രോൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലോക്ക് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു മെത്തേഡിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ലോക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ബൈനറി ലോക്ക്, രണ്ടാമത്തത് ഷെയർഡ് ബാർ എക്സ്ക്ലൂസീവ് ലോക്ക് ഓർ റീഡ് ബാർ റൈറ്റ് ലോക്ക്, ദെൻ ടു ഫേസ് ലോക്കിംഗ്. ഇതിൽ ബൈനറി ലോക്ക് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. പക്ഷേ ഈ ബൈനറി ലോക്ക് കുറച്ച് ഈ ഡാറ്റാബേസ് കൺകറൻസി കൺട്രോൾ മെക്കാനിസം വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി റെസ്ട്രിക്റ്റീവ് ആണ്. അതുകൊണ്ട് ഇത് ജനറലി നമ്മൾ ഡാറ്റാബേസിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്ന ലോക്കല്ല. കുറച്ചുകൂടി ജനറലൈസ്ഡ് ആയിട്ടുള്ള ജനറൽ ലോക്കിംഗ് കാപ്പബിലിറ്റി ഉള്ള ലോക്കാണ് ഷെയർഡ് ബാർ എക്സ്ക്ലൂസീവ് ലോക്ക് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു ലോക്കാണ് പൊതുവെ ഡാറ്റാബേസ് കൺസെപ്റ്റിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ള ഒരു ലോക്കാണ് ടു ഫേസ് ലോക്കിംഗ്. ഈ ടു ഫേസ് എന്ന് പറയുന്നത് ഒരു ഗ്രോയിങ് സ്റ്റേജും ഒരു ഷ്രിങ്കിങ് ഫേസും ഉണ്ടായിരിക്കും. ഈ ഗ്രോയിങ് ഫേസിൻ്റെ അകത്താണ് ആക്ച്വലി ലോക്കുകൾ മൊത്തം അക്യൂർ ചെയ്യുന്നത്. ഷ്രിങ്കിങ് ഫേസിലാണ് ലോക്കുകളെ റിലീസ് ചെയ്യുന്നത്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് ബൈനറി ലോക്ക്. ഈ ബൈനറി ലോക്കിൻ്റെ അകത്ത് നമുക്ക് രണ്ട് സ്റ്റേറ്റാണ് ഉണ്ടാവുക. ഒന്ന് ലോക്ക്ഡ് ആൻഡ് അൺലോക്ക്ഡ്. സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമുക്ക് 1 എന്നും 0 എന്നും പറയാം. 1 മീൻസ് ലോക്ക്ഡ്, 0 മീൻസ് അൺലോക്ക്ഡ്. ദെൻ ഒരു ഡാറ്റാബേസിൻ്റെ അകത്ത് റീഡ് ചെയ്യുന്നയോ റൈറ്റ് ചെയ്യുന്നയോ ഓരോ ഡാറ്റ ഐറ്റത്തിനും ഒരു ഡിസ്റ്റിങ്ക്റ്റ് ലോക്ക് നമ്മൾ കൊടുക്കും. ഒന്നുകിൽ റീഡോ അല്ലെങ്കിൽ റൈറ്റോ ആയിട്ടുള്ള ലോക്കിൻ്റെ അകത്ത് ഒന്നുകിൽ നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ലോക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഈ ഒരു എക്സ് എന്ന് പറയുന്ന ഡാറ്റ ഐറ്റത്തിൻ്റെ ലോക്കിൻ്റെ വാല്യൂ 1 ആണ് എങ്കിൽ അതിൻ്റെ അർത്ഥം അത് ലോക്ക്ഡ് ആണ്. ആ ഡാറ്റ ഐറ്റം ലോക്ക്ഡ് ആണ് എങ്കിൽ മറ്റേതെങ്കിലും ഒരു ഓപ്പറേഷൻ ആ ഒരു ഡാറ്റ ഐറ്റത്തെ ആക്സസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ആ ഒരു റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യില്ല. അതിന് ആ രണ്ടാമത്തെ ഡാറ്റ ഐറ്റത്തിന് ഈ ലോക്ക് റിലീസ് ആകുന്നത് വരെ ആ ഡാറ്റ ഐറ്റത്തെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി എക്സ് എന്ന് പറയുന്ന ഡാറ്റ ഐറ്റത്തിൻ്റെ ലോക്കിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് അൺലോക്ക്ഡ് സ്റ്റേറ്റിലാണുള്ളത്. വിച്ച് മീൻസ് പുതിയൊരു ഓപ്പറേഷൻ, ഒരു ട്രാൻസാക്ഷൻ ഈ ഒരു ഡാറ്റ ഐറ്റത്തെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ അത് ആക്സസ് ചെയ്തതിന് ശേഷം ആ ഇതിൻ്റെ വാല്യൂ 1 ആക്കി മാറ്റും. കാരണം ഓൾറെഡി ആ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഇപ്പോൾ എക്സിനെ എടുത്തിട്ടാണുള്ളത്, അത് ലോക്ക് ചെയ്തിട്ടാണുള്ളത്. അതുകൊണ്ട് ലോക്കിൻ്റെ വാല്യൂ 1 ആക്കി മാറ്റും. ആ ലോക്കിൻ്റെ വാല്യൂ 1 ആക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് എന്ന് പറയുന്ന ആ ഒരു ഡാറ്റ വാല്യൂ ഇപ്പം ലോക്ക്ഡ് സ്റ്റേറ്റിലാണ് എന്നാണ്. ഓക്കെ, സോ 2 ഓപ്പറേഷൻസ് ആണുള്ളത്, ലോക്ക് ഐറ്റവും അൺലോക്ക് ഐറ്റവും. ലോക്ക് ഐറ്റം ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അൺലോക്ക് ഐറ്റം ഇതിനെ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. എക്സ് എന്ന് പറയുന്ന ഒരു ഐറ്റത്തെ ഒരു ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് മീൻസ് 2 ട്രാൻസാക്ഷൻ ഉണ്ട്, 1, 2. ഈ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ഓൾറെഡി ഇതിനെ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലോക്ക് വാല്യൂ 1 ആയിരിക്കും. ലോക്ക്ഡ് അല്ല എങ്കിൽ 0 ആയിരിക്കും. ഇപ്പോൾ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഈ ഒരു കോമൺ ഡാറ്റ ഐറ്റത്തെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഒരു റിക്വസ്റ്റ് കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ ചെക്ക് ചെയ്യും. ലോക്ക് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണോ? 1 ആണ് എങ്കിൽ ഇപ്പോൾ അതിനെ എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം ഈ ഒരു ട്രാൻസാക്ഷൻ കഴിയുന്നത് വരെ അത് വെയിറ്റ് ചെയ്യേണ്ടി വരും. വാല്യൂ 0 ആണോ നോക്കും. 0 ആണെങ്കിൽ ഇപ്പോൾ അത് ലോക്ക്ഡ് അല്ല, അൺലോക്ക്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഈ ഒരു എക്സിൻ്റെ വാല്യൂ എടുത്തിട്ട് എക്സിന് ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ ലോക്കിൻ്റെ വാല്യൂ 1 ആയി സെറ്റ് ചെയ്യും. കാരണം അതിപ്പോൾ രണ്ടാമത്തത് ഓൾറെഡി എടുത്തിട്ടാണുള്ളത്. ഇനി വേറെ ആരും അത് എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ലോക്കിൻ്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഇനി ഒരു അൺലോക്ക് ഓപ്പറേഷൻ എപ്പോഴാണോ പെർഫോം ചെയ്യുന്നത്, മീൻസ് ഒരു ട്രാൻസാക്ഷൻ അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു, ഈ ഡാറ്റ ഐറ്റത്തിലേത്തുള്ള വർക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു അൺലോക്ക് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. അൺലോക്ക് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്കിൻ്റെ വാല്യൂ ബാക്ക് ടു 0 ആയിട്ട് മാറും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഈ ഒരു ബൈനറി ലോക്ക് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എൻഫോഴ്സ് ചെയ്യും എന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ഓപ്പറേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത സെയിം കാര്യം ഒരു അൽഗോരിതമായിട്ട് എഴുതിയതാണിത്. ലോക്ക് ഐറ്റവും അൺലോക്ക് ഐറ്റവും. ലോക്ക് ഐറ്റം ഇപ്പോൾ ഒരു ട്രാൻസാക്ഷന് ഒരു എക്സ് എന്ന് പറയുന്ന ഐറ്റത്തെ ആക്സസ് ചെയ്യണമെങ്കിൽ അത് ലോക്ക് ഐറ്റം എന്നുള്ള ഓപ്പറേഷനാണ് പെർഫോം ചെയ്യാൻ വേണ്ടി നോക്കുക. ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്ക് ഐറ്റം എന്ന് പറയുന്ന ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുക. ലോക്ക് ഐറ്റത്തിൻ്റെ അകത്ത് ഒരു ട്രാൻസാക്ഷൻ എക്സ് എന്ന് പറയുന്ന ഐറ്റത്തെ ലോക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ചെക്ക് ചെയ്യും ഇഫ് ലോക്ക് ഓഫ് എക്സ് ഈക്വൽ ടു 0. ഓൾറെഡി ആരെങ്കിലും ലോക്ക് ചെയ്തിട്ടുണ്ടോ? ലോക്ക് ചെയ്തിട്ടില്ല എങ്കിൽ അത് എടുത്തിട്ട് ലോക്ക് 1 ആയിട്ട് സെറ്റ് ചെയ്യും. ഇല്ല എങ്കിൽ
ലോക്ക് ഓഫ് എക്സ് 0 ആവുന്നത് വരെ, മീൻസ് ഓൾറെഡി എടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻ ഇതിനെ റിലീസ് ചെയ്യുന്നത് വരെ, അൺലോക്ക് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം ലോക്ക് എപ്പോഴാണോ ഈക്വൽ ടു 0 ആവുന്നത് ആ സമയം വീണ്ടും ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. മീൻസ് ആ ഒരു ഓപ്പറേഷൻ എടുത്തിട്ട് 1 ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. ദെൻ അൺലോക്ക് ഐറ്റത്തിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത്, ലോക്ക്ഡ് ഐറ്റത്തിലാണെങ്കിൽ 1 വാല്യൂ ആയിരിക്കും. അൺലോക്ക് ഐറ്റത്തിൻ്റെ അകത്ത് ആ വാല്യൂ നേരെ 0 ആക്കി മാറ്റും. അതിനുശേഷം ഏതൊക്കെ ട്രാൻസാക്ഷനാണോ വെയിറ്റ് ചെയ്യുന്നത് ആ വെയിറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷനെ ഇൻഫോം ചെയ്യുക. ഇത്രയുമാണ് ബൈനറി ലോക്കിൻ്റെ ഓപ്പറേഷൻ. സോ ഈ ഒരു ബൈനറി ലോക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സിമ്പിളാണ്. കാരണം ആകെ 2 ബൈനറി വാല്യൂസേ വേണ്ടും, 0ഉം 1ഉം. ദെൻ അതിൻ്റെ കൂടെ ഒരു ക്യൂയും കൂടി വേണ്ടി വരും. എന്താണ് ഈ ക്യൂ? ഈ ക്യൂവിൻ്റെ അകത്താണ് ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണോ ലോക്ക് ചെയ്ത സമയത്ത് ഇതിനെ റിക്വസ്റ്റ് ചെയ്തത് ആ ട്രാൻസാക്ഷനെ മൊത്തം ഈ ഒരു ക്യൂവിൽ ആഡ് ചെയ്യും. ദെൻ അൺലോക്ക് ചെയ്തതിന് ശേഷം ഈ ക്യൂവിൽ ഉള്ള ആദ്യത്തെ ആൾക്ക് അത് പ്രൊവൈഡ് ചെയ്യും. അയാൾ കഴിഞ്ഞാൽ ക്യൂവിലുള്ള രണ്ടാമത്തെ ആൾക്ക് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഉള്ള റിക്വസ്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യൂയും ഉണ്ടായിരിക്കും. ദെൻ ഒരു ലോക്ക് ടേബിളും ഇവിടെ ഉണ്ടായിരിക്കും. എന്താണ് ലോക്ക് ടേബിൾ? ഈ ലോക്ക് ടേബിൾ എന്നുള്ളത് ഏതൊക്കെ ഡാറ്റ ഐറ്റത്തിനെ ഇപ്പം ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷനാണ് ഈ ഒരു ലോക്ക് ടേബിളിൽ ഉണ്ടായിരിക്കുക. ഒരു ഹാഷ് ഫയലായിട്ടാണ് ഇത് ഓർഗനൈസ് ചെയ്യുക. ഈ ടേബിളിൽ ഒരു ഡാറ്റ ഐറ്റം ഇപ്പം പ്രസൻ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഏതോ ഒരു ട്രാൻസാക്ഷൻ ഈ ഒരു ഡാറ്റ ഐറ്റത്തിനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോക്ക് ടേബിളിൽ ഒരു ഡാറ്റ ഐറ്റം ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഇപ്പോൾ അൺലോക്ക്ഡ് സ്റ്റേറ്റിലാണ് ഉള്ളത് എന്നാണ്. ഈ ഒരു ഓപ്പറേഷനൊക്കെ മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതൊക്കെ ലോക്ക് മാനേജർ സബ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ പാർട്ടായിരിക്കും DBMSൻ്റെ അകത്തുള്ളത്. ഈ ലോക്ക് മാനേജർ സബ് സിസ്റ്റമാണ് ഈ ഒരു ഓപ്പറേഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ബൈനറി ലോക്ക്. നെക്സ്റ്റ് ഷെയർഡ് ബാർ എക്സ്ക്ലൂസീവ് ഓർ റീഡ് ബാർ റൈറ്റ് ലോക്ക്. നമ്മളിപ്പം ബൈനറി ലോക്ക് പഠിച്ചു. ബൈനറി ലോക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സിമ്പിളാണ്. പക്ഷേ ഈ ബൈനറി ലോക്ക് ഡാറ്റാബേസ് സംബന്ധിച്ചിടത്തോളം കുറച്ച് കൂടുതൽ റെസ്ട്രിക്റ്റീവാണ്. എന്തുകൊണ്ടാണ് റെസ്ട്രിക്റ്റീവ് എന്ന് പറയാൻ കാരണം, ഇവിടെ റീഡ് ഓപ്പറേഷൻ ആണെങ്കിലും റൈറ്റ് ഓപ്പറേഷൻ ആണെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അൺലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്തതിന് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ നമുക്കറിയാം റീഡ് ഓപ്പറേഷൻ എന്താണ്, കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ അല്ല. ഒരു റീഡ് ലോക്ക് ഒരു ട്രാൻസാക്ഷൻ റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മറ്റൊരു ട്രാൻസാക്ഷൻ ആ സെയിം ഐറ്റത്തെ റീഡ് ചെയ്യാം, കാരണം അതൊരു കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ അല്ലാത്തതുകൊണ്ട്. പക്ഷേ റൈറ്റ് ആണെങ്കിൽ നമുക്കങ്ങനെ വേറെ ഒന്നിന് റൈറ്റ് ചെയ്യാനോ റീഡ് ചെയ്യാനോ കൊടുക്കരുത്. കാരണം റൈറ്റ് ഓപ്പറേഷൻ ആണ് അല്ലെങ്കിൽ റൈറ്റ് ലോക്കാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് എക്സ്ക്ലൂസീവായിട്ട് ഉള്ള ആക്സസിന് അതിന് കൊടുക്കണം. പക്ഷേ റീഡ് ഓപ്പറേഷൻ അങ്ങനെയല്ല. റീഡ് ഓപ്പറേഷൻ പാരലായിട്ട് വേറെ ട്രാൻസാക്ഷൻ വേണമെങ്കിൽ നടത്താവുന്നതാണ്. അത് നമുക്ക് ഈ ബൈനറി ലോക്ക് വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി കൊണ്ടുവന്ന ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലോക്കാണ് മൾട്ടിപ്പിൾ മോഡ് ലോക്ക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു മൾട്ടിപ്പിൾ മോഡ് ലോക്കാണ് ഷെയർഡ് ബാർ എക്സ്ക്ലൂസീവ് ഓർ റീഡ് ബാർ റൈറ്റ് ലോക്ക് എന്ന് പറയുന്നത്. ഇതിൽ ഷെയർഡ് എന്ന് പറയുന്ന റീഡ് ലോക്കും എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് റൈറ്റ് ലോക്കുമാണ്. ഇവിടെ നമുക്ക് മെയിനായിട്ട് 3 ലോക്കിംഗ് ഓപ്പറേഷൻസ് ആണ് ഉണ്ടാവുക. റീഡ് ലോക്ക് ഓഫ് എക്സ്, റൈറ്റ് ലോക്ക് ഓഫ് എക്സ് ആൻഡ് അൺലോക്ക് ഓഫ് എക്സ്. ഇത് റീഡ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് റൈറ്റ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് എല്ലാ ലോക്കും കഴിഞ്ഞിട്ട് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ 3 സ്റ്റേറ്റ്സും ഉണ്ടാവും. 1 റീഡ് ലോക്ക്ഡ്, 2 റൈറ്റ് ലോക്ക്ഡ്, 3 അൺലോക്ക്ഡ്. ഇവിടെ റീഡ് ലോക്ക് അല്ലെ റീഡ് ലോക്ക്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഷെയർഡ് ലോക്കാണ്. ഒരു ട്രാൻസാക്ഷൻ ഒരു റീഡ് ലോക്ക് ഒരു ഡാറ്റ ഐറ്റത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും മറ്റൊരു ട്രാൻസാക്ഷന് ആ ഡാറ്റ ഐറ്റത്തെ റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇത് ഷെയർഡ് ആയിട്ടുള്ള ലോക്കാണ്. കാരണം റീഡ് ഓപ്പറേഷൻ കോൺഫ്ലിക്റ്റിംഗ് അല്ല. പക്ഷേ റൈറ്റ് ലോക്ക്ഡ് ഐറ്റം എക്സ്ക്ലൂസീവ് ലോക്കാണ്. ഇത് ഷെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. റൈറ്റ് ലോക്ക്ഡ് ആണെങ്കിൽ ഈ ലോക്ക് റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്താക്കത് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ഒരു ഷെയർഡ് എക്സ്ക്ലൂസീവ് ലോക്ക് എൻഫോഴ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന് എൻഫോഴ്സ് ചെയ്യുന്ന റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ട്രാൻസാക്ഷൻ മസ്റ്റ് ഇഷ്യൂ ആൻ ഓപ്പറേഷൻ റീഡ് ലോക്ക് ഓർ റൈറ്റ് ലോക്ക് ബിഫോർ എനി റീഡ് ഐറ്റം ഓപ്പറേഷൻ. അതായത് നമുക്കൊരു ഐറ്റം റീഡ് ചെയ്യേണ്ട ഓപ്പറേഷനാണ് നമുക്ക് പെർഫോം ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു റീഡ് ലോക്ക്, റൈറ്റ് ലോക്ക്, അൺലോക്ക് എന്ന് പറയുന്ന ഓപ്പറേഷൻസാണ് നമ്മൾ പെർഫോം ചെയ്യുക. സോ ഇങ്ങനെ ഒരു റീഡ് ഐറ്റം, ഒരു ഐറ്റത്തെ റീഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു റീഡ് ലോക്കോ റൈറ്റ് ലോക്കോ ആ ഒരു ഐറ്റത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഐറ്റത്തിനെ റീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു ഐറ്റം റീഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ലോക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഒന്നുകിൽ റീഡ് ലോക്കോ റൈറ്റ് ലോക്കോ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. 2, എ ട്രാൻസാക്ഷൻ ടീം മസ്റ്റ് ഇഷ്യൂ ആൻ ഓപ്പറേഷൻ റൈറ്റ് ലോക്ക് ബിഫോർ എനി റൈറ്റ് ഐറ്റം. റൈറ്റ് ഐറ്റം ഇതിപ്പോൾ പറഞ്ഞത് റീഡ് ഐറ്റമാണ്. റീഡ് ഐറ്റം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ റീഡ് ലോക്കോ റൈറ്റ് ലോക്കോ ആയിട്ടുള്ള ലോക്ക് ആദ്യം ലോക്ക് ചെയ്ത് വെക്കണം.
റൈറ്റ് ഐറ്റം ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു റൈറ്റ് ലോക്ക് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. ദെൻ എല്ലാ ട്രാൻസാക്ഷനും കഴിഞ്ഞതിന് ശേഷം എല്ലാ ഓപ്പറേഷനും കഴിഞ്ഞതിന് ശേഷം ട്രാൻസാക്ഷൻ ഒരു അൺലോക്ക് എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. അൺലോക്ക് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ എല്ലാ റീഡ് ഐറ്റവും റൈറ്റ് ഐറ്റവും ഓപ്പറേഷൻ പെർഫോം ചെയ്തതിന് ശേഷം അൺലോക്ക് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. അൺലോക്ക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ എല്ലാ ലോക്കിനെയും ഇത് റിലീസ് ചെയ്യും. ദെൻ ഇനിയുള്ള കേസ് നോക്കുക. സെയിം ട്രാൻസാക്ഷൻ, എ ട്രാൻസാക്ഷൻ ടി വിൽ നോട്ട് ഇഷ്യൂ എ റീഡ് ലോക്ക് ഓപ്പറേഷൻ ഇഫ് ഇറ്റ് ഓൾറെഡി ഹോൾഡ് എ റീഡ് ലോക്ക് ഓർ റൈറ്റ് ലോക്ക് ഓൺ ദ ഐറ്റം എക്സ്. സെയിം ട്രാൻസാക്ഷൻ തന്നെ ഓൾറെഡി ഒരു റീഡ് ലോക്കോ റൈറ്റ് ലോക്കോ ഒരു ഡാറ്റ ഐറ്റത്തിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സെയിം ട്രാൻസാക്ഷൻ തന്നെ വീണ്ടും ഒരു റീഡ് ലോക്ക് ഇതിൽ കൊടുക്കില്ല നോർമൽ കേസിൽ. ഇതേപോലെ തന്നെ റൈറ്റ് ഐറ്റം, സെയിം ട്രാൻസാക്ഷൻ ഓൾറെഡി ഒരു റൈറ്റ് ഐറ്റം അല്ലെങ്കിൽ റീഡ് ഐറ്റം ഒരു ഡാറ്റ ഐറ്റത്തിൽ വെച്ചിട്ടുണ്ട്. സോ ആ സെയിം ട്രാൻസാക്ഷൻ തന്നെ വീണ്ടും ഒരു റൈറ്റ് ഐറ്റം ഈ ഒരു ഡാറ്റ ഐറ്റത്തിൽ കൊടുക്കില്ല നോർമൽ കേസിൽ. ബട്ട് ഈ റൂള് ചില കേസിൽ നമ്മൾ റിലാക്സ് ചെയ്യും. അതെപ്പോഴാണ് എന്നുള്ളത് ഇനി വരുന്ന സ്ലൈഡ് പറയാം. ദെൻ ഏറ്റവും ലാസ്റ്റ്, എ ട്രാൻസാക്ഷൻ ടി വിൽ നോട്ട് ഇഷ്യൂ എൻ അൺലോക്ക് ഓപ്പറേഷൻ അൺലെസ് ഇറ്റ് ഓൾറെഡി ഹോൾഡ് എ റീഡ് ഓർ റൈറ്റ് ലോക്ക്. ഒരു റീഡ് ലോക്കോ റൈറ്റ് ലോക്കോ ഹോൾഡ് ചെയ്യുന്നിടത്തോളം കാലം ഒരു ട്രാൻസാക്ഷൻ ഒരിക്കലും അൺലോക്ക് ഓപ്പറേഷൻ പെർഫോം ചെയ്യില്ല. റീഡ് ലോക്ക് കഴിഞ്ഞു അല്ലെ റൈറ്റ് ലോക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അൺലോക്ക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുള്ളൂ. സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. ആകെ കൺഫ്യൂഷൻ ഉണ്ടാവുക ഈ 2 പോയിന്റ് മാത്രമാണ്. ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷൻ ടി എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ഒന്നുകിൽ ഒരു റീഡ് ലോക്കോ റൈറ്റ് ലോക്കോ എക്സ് എന്ന് പറയുന്ന ഒരു ഐറ്റത്ത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ സെയിം ട്രാൻസാക്ഷൻ വീണ്ടും ഒരു റീഡ് ലോക്ക് ഈ ഒരു ഡാറ്റ ഐറ്റത്തിൻ്റെ മേലെ കൊടുക്കില്ല. അതേപോലെ തന്നെ റൈറ്റ്, ഓൾറെഡി ഒരു ട്രാൻസാക്ഷൻ ടി എന്ന് പറയുന്നത് റീഡ് ലോക്കോ റൈറ്റ് ലോക്കോ എക്സ് എന്ന് പറയുന്ന ഡാറ്റ ഐറ്റത്തിൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും അത് ഒരു റൈറ്റ് ലോക്ക് കൊടുക്കില്ല. ഇത് രണ്ടും നോർമൽ കേസിലാണ്. ബട്ട് ചില കേസിൽ നമുക്ക് ഈ ഒരു റൂള് റിലാക്സ് ചെയ്യുന്നതാണ്. അതെപ്പോഴാണെന്ന് പറയാം. സോ ഈ പറഞ്ഞ ഓപ്പറേഷൻ ഒരു അൽഗോരിതം പോലെ എഴുതിയതാണിത്. 3 ഓപ്പറേഷനാണുള്ളത്: റീഡ് ലോക്ക്, റൈറ്റ് ലോക്ക് ആൻഡ് അൺലോക്ക്. ഫസ്റ്റ് റീഡ് ലോക്ക്. ഇഫ് ലോക്ക് ഓഫ് എക്സ് ഈക്വൽ ടു അൺലോക്ക്ഡ്, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഐറ്റം അൺലോക്ക്ഡ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റീഡ് ലോക്കാക്കി വെക്കും. ഈ ഐറ്റത്തെ റീഡ് ലോക്കാക്കി വെക്കും. നമുക്ക് എന്ത് ചെയ്യാം? റീഡ് ലോക്ക് എന്താണ്? ഷെയർഡ് ലോക്കാണ്. റീഡ് ലോക്ക് ഷെയർഡ് ലോക്ക് ആയതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ റീഡ് ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഈ ഒരു റീഡ് ലോക്ക് ചെയ്തതിന് ശേഷം നമ്പർ ഓഫ് റീഡ്സ് 1 ആയി സെറ്റ് ചെയ്തു. കാരണം ഇനീഷ്യലി അൺലോക്ക്ഡ് ആയിരുന്നു. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ഒരു റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്തു, അതിനെ റീഡ് ലോക്ക് ചെയ്തു, നമ്പർ ഓഫ് റീഡ്സ് 1 ആയി സെറ്റ് ചെയ്തു. എൽസ് ഇത് ഓൾറെഡി വേറൊരു ട്രാൻസാക്ഷൻ റീഡ് ലോക്ക്ഡ് ആയിരുന്നു എങ്കിൽ എന്നാലും നമുക്ക് അതിനെ റീഡ് ചെയ്യാൻ പറ്റും. കാരണം റീഡ് ഷെയർഡ് ലോക്കാണ്. ആ കേസിൽ എന്ത് ചെയ്യും? ഈ നമ്പർ ഓഫ് റീഡ്സിനെ ഇപ്പോൾ ഉള്ള നമ്പർ ഓഫ് റീഡ്സ് പ്ലസ് 1 ആയിട്ട് ആഡ് ചെയ്യും. കാരണം പുതിയൊരു റീഡ് ലോക്കും കൂടി വരികയാണ്. കാരണം റീഡ് ഷെയർഡ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ വന്നത്. ഇനി അതുമല്ല എങ്കിൽ ഓൾറെഡി റൈറ്റ് ലോക്ക് പോലെയുള്ള ഒരു ഓപ്പറേഷനാണ് ഇതിൻ്റെ അകത്തുള്ളത് എങ്കിൽ നമുക്ക് പിന്നെ വെയിറ്റ് മീൻസ് ഇപ്പോൾ ഓൾറെഡി ഒരു റൈറ്റ് ലോക്കാണ് ഇതിൽ ഉള്ളത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ റൈറ്റ് ലോക്ക് കഴിയുന്നത് വരെ അൺലോക്ക്ഡ് സ്റ്റേറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഈ ഒരു ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യും ഫോർ റീഡ് ലോക്ക്. നെക്സ്റ്റ് റൈറ്റ് ലോക്ക്. റൈറ്റ് ലോക്ക് നമുക്കറിയാം, ഇത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലോക്കാണ്. ഷെയർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ആദ്യം തന്നെ ലോക്ക് ഓഫ് എക്സ് അൺലോക്ക്ഡ് സ്റ്റേറ്റിലാണെങ്കിൽ ഇതിനെ റൈറ്റ് ലോക്ക് ആക്കിയിട്ട് വെക്കും. അല്ല എങ്കിൽ അൺലോക്ക് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യും. അൺലോക്ക് ആയതിനു ശേഷം മാത്രമേ ആ ഒരു ലോക്കിനെ വീണ്ടും ആ ഒരു ഡാറ്റ ഐറ്റത്തെ വീണ്ടും ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതാണ് റൈറ്റ് ലോക്ക്. അൺലോക്ക് എന്ന് പറയുന്നത് ഇഫ് ലോക്ക് ഓഫ് എക്സ് റൈറ്റ് ലോക്ക്ഡ് ആണെങ്കിൽ ലോക്ക് ഓഫ് എക്സ് അൺലോക്ക്ഡ് ആക്കി മാറ്റും. മീൻസ് നമ്മൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, റൈറ്റ് ലോക്ക്ഡ് ആണെങ്കിൽ അതിനെ അൺലോക്ക് ആക്കി വെക്കും. ഇനി എന്താ ബാക്കിയുള്ളത്? റീഡ് ലോക്ക്. റീഡ് ലോക്ക് ആണ് എങ്കിൽ എന്ത് ചെയ്യണം? റീഡ് ലോക്ക് ഒന്നിൽ കൂടുതൽ ഉണ്ടാവാം. കാരണം നമ്മളിവിടെ ഷെയർ ചെയ്തിട്ടായിരുന്നു ട്രാൻസാക്ഷൻ റീഡ് ലോക്കിനെ യൂസ് ചെയ്തിരുന്നത്. അപ്പം റീഡ് ലോക്ക് ഒരു ട്രാൻസാക്ഷൻ്റെ റീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്പർ ഓഫ് റീഡ്സിനെ ഒന്ന് മൈനസ് ചെയ്യും. കാരണം നമ്മളിവിടെ ഒന്നിൽ കൂടുതൽ റീഡ് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ എത്ര റീഡ് ഉണ്ടോ അത്രയും ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ ഇവിടെ മൈനസ് ചെയ്തുകൊണ്ടിരിക്കും. ഏറ്റവും ലാസ്റ്റ് നമ്പർ ഓഫ് റീഡ്സ് 0 ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ അൺലോക്ക്ഡ് സ്റ്റേറ്റിലോട്ടാക്കി മാറ്റും. അതിനുശേഷം അടുത്ത ട്രാൻസാക്ഷൻ വെയിറ്റിംഗ് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ വെയിറ്റിംഗ് ട്രാൻസാക്ഷന് റീഡ് യൂസ് ചെയ്യാം. ഓക്കെ, സംഭവം ഇത്രേ കൺസെപ്റ്റ് ഉള്ളൂ. സിമ്പിളാണ്. റീഡ് ലോക്ക്, റൈറ്റ് ലോക്ക്, അൺലോക്ക്. അടുത്തത്
കൺവേർഷൻ ഓഫ് ലോക്ക്. നമ്മൾ ഓൾറെഡി പ്രീവിയസ് സ്ലൈഡിൽ 4ഉം 5ഉം പോയിൻറ്റ്സിൽ കണ്ടു. ചില സിറ്റുവേഷൻ്റെ അകത്ത് ഈ ഒരു കണ്ടീഷൻ നമ്മൾ റിലാക്സ് ചെയ്യാവുന്നതാണ്. സോ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് കൺവേർഷൻ ഓഫ് ലോക്കിൻ്റെ അകത്ത്. അതായത് ഒരു ട്രാൻസാക്ഷൻ ഓൾറെഡി ഒരു റീഡ് ഐറ്റം അല്ലെങ്കിൽ റൈറ്റ് ഐറ്റം റൈറ്റ് ലോക്ക് അല്ലെങ്കിൽ റീഡ് ലോക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു ഡാറ്റ ഐറ്റത്തിൻ്റെ അകത്ത്. ദെൻ നമ്മൾ സെയിം ട്രാൻസാക്ഷൻ തന്നെ വീണ്ടും ഒരു റീഡ് ഐറ്റം അല്ലെങ്കിൽ റൈറ്റ് ഐറ്റം പ്രൊവൈഡ് ചെയ്യാറില്ല. പക്ഷേ ചില സിറ്റുവേഷൻ്റെ അകത്ത് നമുക്കിതിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമുക്ക് ഓൾറെഡി ഒരു ലോക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ അപ്ഗ്രേഡ് ചെയ്യാനോ ഡൗൺഗ്രേഡ് ചെയ്യാനോ പറ്റും. അപ്ഗ്രേഡ് മീൻസ് ഓൾറെഡി നമ്മൾ ഒരു ട്രാൻസാക്ഷൻ ഒരു എക്സ് എന്ന് പറയുന്ന ഡാറ്റ ഐറ്റത്തിൻ്റെ അകത്ത് ഒരു റീഡ് ലോക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലേറ്റർ വേണമെങ്കിൽ ഇതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു റൈറ്റ് ലോക്ക് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ റൈറ്റ് ലോക്ക് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി ഡൗൺഗ്രേഡ് ആണെങ്കിൽ ഓൾറെഡി നമ്മളൊരു റൈറ്റ് ലോക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എക്സ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ഐറ്റത്തിൻ്റെ അകത്ത്. ലേറ്റർ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡൗൺഗ്രേഡ് ചെയ്തിട്ട് നമുക്കൊരു റീഡ് ലോക്കിനെ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് എല്ലാ സിറ്റുവേഷനിലും പറ്റില്ല. എപ്പോഴാണ് പറ്റുന്നതെന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ഐറ്റം ടി എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ, ഈ ഡാറ്റ ഐറ്റത്തിനെ ടി മാത്രമാണ് ഇപ്പോൾ ആക്സസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ടിയുടെ പാരലായിട്ട് വേറെ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ വി എന്ന് പറയുന്ന വേറെ ട്രാൻസാക്ഷൻ ഈ ഒരു ഡാറ്റ ഐറ്റത്തിനെ ആക്സസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു റീഡ് ലോക്ക് വെച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഈ ഒരു അപ്ഗ്രേഡോ ഡൗൺഗ്രേഡോ ഓപ്പറേഷൻ അല്ലെങ്കിൽ കൺവേർഷൻ ഓഫ് ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ദെൻ ടു ഫേസ് ലോക്കിംഗ്. ഓൾറെഡി ടു ഫേസ് ലോക്കിംഗ് എന്താണെന്ന് പറഞ്ഞു. ഒരു 2 ഫേസസ് ഉണ്ടാവും, ഗ്രോയിങ് ഫേസും ഷ്രിങ്കിങ് ഫേസും. ഗ്രോയിങ് ഫേസിൻ്റെ അകത്ത് നമ്മൾ പുതിയ ലോക്കുകൾ അക്വയർ ചെയ്യുന്നു. ഷ്രിങ്കിങ് ഫേസിൻ്റെ അകത്ത് പുതിയ ഓൾറെഡി ഉള്ള ലോക്കുകൾ റിലീസ് ചെയ്യുന്നു. ഈ പുതിയ ലോക്കുകൾ അക്വയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോക്കിനെ റിലീസ് ചെയ്യില്ല. അതേപോലെ ലോക്കിനെ റിലീസ് ചെയ്യുന്ന സമയത്ത് പുതിയ ലോക്കിനെ അക്വയറും ചെയ്യില്ല. ഇതിൻ്റെ വേറൊരു വേരിയേഷനാണ് സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ്. സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ് എന്ന് പറയുന്നത് സ്ട്രിക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക ഈ ഒരു ടു ഫേസ് ലോക്കിങ്ങിനെ. അങ്ങനെ നമുക്ക് ഡേർട്ടി റീഡും പ്രിമച്വർ റൈറ്റും പോലെയുള്ള പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, സാധാരണ രീതിയിൽ ഒരു റീഡ് അല്ലെങ്കിൽ റൈറ്റ് ലോക്ക് അൺലോക്ക് ചെയ്തതിന് ശേഷം അടുത്ത ട്രാൻസാക്ഷന് അല്ലെങ്കിൽ അടുത്ത ഓപ്പറേഷൻ അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിങ്ങിൻ്റെ അകത്ത് ഒരു ട്രാൻസാക്ഷൻ റീഡ് ഓപ്പറേഷൻ റൈറ്റ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഒന്നുകിൽ കമ്മിറ്റഡോ അബോർട്ടഡോ ആയതിനു ശേഷം മാത്രമേ ലോക്കിനെ റിലീസ് ചെയ്യുള്ളൂ. ഇനി നമ്മൾ റിക്കവറി പർപ്പസും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിങ്ങിൻ്റെ അകത്ത് ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ എഫക്റ്റ് പെർമനൻ്റ് സ്റ്റോറേജിൽ റൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ലോക്കിനെ റിലീസ് ചെയ്യുള്ളൂ. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ് എന്ന് പറയുക. ഗ്രാനുലാരിറ്റി ഇൻ ലോക്ക് എന്ന് പറയുന്നത് ഈവൻ ഒരു ട്രാൻസാക്ഷൻ്റെ ഈവൻ സ്മോൾ തിങ്സിൽ പോലും നമ്മൾ ലോക്കിന് അപ്ലൈ ചെയ്യുന്നതാണ് ഗ്രാനുലാരിറ്റി ഇൻ ലോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ടു ഫേസ് ലോക്കിംഗ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ സീരിയലൈസബിലിറ്റി ഗ്യാരണ്ടി ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലോക്ക് കൺവേർഷൻ എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞു. അപ്ഗ്രേഡ് ചെയ്യുകയോ ഡൗൺഗ്രേഡ് ചെയ്യുകയോ ചെയ്യും. ഈ ടു ഫേസ് ലോക്കിങ്ങിൻ്റെ അകത്ത് സീരിയലൈസബിലിറ്റി എങ്ങനെയാണ് ഗ്യാരണ്ടി ചെയ്യുന്നത് പറഞ്ഞാൽ, ഈ ലോക്ക് കൺവേർഷൻ അലോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അപ്ഗ്രേഡിങ് ഓഫ് ലോക്ക്, അതായത് റീഡ് ലോക്കിനെ റൈറ്റ് ലോക്ക് പിന്നീട് ഇഷ്യൂ ചെയ്യുന്നത് എക്സ്പാൻഡിങ് ഫേസിൽ മാത്രമേ നടക്കുള്ളൂ. അതേപോലെ ഡൗൺഗ്രേഡിംഗ് ഓഫ് ലോക്ക് ഷ്രിങ്കിങ് ഫേസിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ടു ഫേസ് ലോക്കിങ്ങിൻ്റെ അകത്ത് സീരിയലൈസബിലിറ്റിനെ ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ 2 ഓപ്പറേഷൻ നോക്കുക. ഇതൊരു ട്രാൻസാക്ഷൻ, ഇതിനെ റീറൈറ്റ് ചെയ്തതാണിത്. ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾക്ക് പറയാൻ പറ്റും ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോക്കോളിനെ ഫോളോ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ അൺലോക്ക് ഓഫ് വൈ ഫോളോഡ് ബൈ റൈറ്റ് ലോക്ക് ഓഫ് എക്സ്, അതിന് പാരലായിട്ട് ഇവിടെ നടക്കുന്നത് അൺലോക്ക് ഓഫ് എക്സ് ഫോളോഡ് ബൈ റൈറ്റ് ലോക്ക് ഓഫ് വൈ. ഇത് ടു ഫേസ് ലോക്കിങ്ങിൻ്റെ പ്രോപ്പർട്ടീസിനെ ഫോളോ ചെയ്യുന്നില്ല. കാരണം ഒന്ന് ഗ്രോയിങ് ഫേസിൽ ഫുള്ള് ലോക്ക് അക്യൂർ ചെയ്യുന്നു, ദെൻ ഷ്രിങ്കിങ് ഫേസിൽ ലോക്കിനെ റിലീസ് ചെയ്യുന്നു. അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല ഉള്ളത്. ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്തതാണ് ഈ ഒരു ട്രാൻസാക്ഷൻ. ഇവിടെ ഗ്രോയിങ് ഫേസിൽ എന്താ ചെയ്യുന്നത്? ഗ്രോയിങ് ഫേസിൽ ലോക്കിനെ മൊത്തം അക്യൂർ ചെയ്യുന്നു, ദെൻ ഷ്രിങ്കിങ് ഫേസിൽ ലോക്കിനെ റിലീസ് ചെയ്യുന്നു. സോ ഈ ഒരു ട്രാൻസാക്ഷൻ ടു ഫേസ് ലോക്കിംഗ് ഫോളോ ചെയ്യുന്നുണ്ട്. ഫൈനലാണ് യൂസ് ഓഫ് ലോക്കിംഗ് സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ്. സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിൻ്റെ അകത്ത് എങ്ങനെയാണ് ലോക്കിംഗ് നടക്കുന്നത്? ഒരു ഓപ്പറേഷൻ ഒരു ഡാറ്റയെ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നോക്കും, അത് ഓൾറെഡി ലോക്ക്ഡ് ആണോ. ലോക്ക്ഡ് അല്ല എങ്കിൽ അതിനെ ആക്സസ് ചെയ്തിട്ട് ലോക്കാക്കി വെക്കും. ഇനി
നോക്കുന്ന സമയത്ത് ഒരു കോൺഫ്ലിക്റ്റിംഗ് ലോക്ക് അതിൻ്റെ അകത്ത് ഓൾറെഡി വേറൊരു ട്രാൻസാക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇനി ഒരു നോൺ കോൺഫ്ലിക്റ്റിംഗ് ലോക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, വിച്ച് മീൻസ് ഒരു റീഡ് ലോക്കൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അതിനെ ഷെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് ഒബ്ജക്റ്റ് സെയിം ട്രാൻസാക്ഷൻ്റെ അകത്ത് തന്നെ വീണ്ടും ഒന്നുകൂടി ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ ഡൗൺഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ കൺവേർഷൻ അല്ലെങ്കിൽ പ്രൊമോഷൻ നടത്തും. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് കമ്മിറ്റോ അബോട്ടോ ആയി കഴിഞ്ഞതിന് ശേഷം എല്ലാ ലോക്കിനെയും അൺലോക്ക് ചെയ്യുക. ഇത്രയാണ് സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിങ്ങിൻ്റെ അകത്ത് ലോക്കിനെ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. ലോക്ക് പ്രൊമോഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച കൺവേർഷൻ കൺസെപ്റ്റ് തന്നെയാണ്. ഈ ലോക്കിനെ കൺവേർട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോക്കാക്കി മാറ്റുക, അതാണ് ലോക്ക് പ്രൊമോഷൻ. സോ ഇവിടെ സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിങ്ങിൻ്റെ അകത്ത് ലോക്ക്ഡ് അല്ല എങ്കിൽ ലോക്ക് ചെയ്യുക, കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ ആണെങ്കിൽ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുക, നോൺ കോൺഫ്ലിക്റ്റിംഗ് അതായത് റീഡ് ലോക്കാണ് എങ്കിൽ അതിനെ ഷെയർ ചെയ്യുക, ഏറ്റവും ലാസ്റ്റ് സെയിം ട്രാൻസാക്ഷൻ്റെ അകത്ത് തന്നെ വീണ്ടും നമുക്ക് അപ്ഗ്രേഡോ ഡൗൺഗ്രേഡോ ചെയ്യണമെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലോക്കിംഗ് എന്ന് പറയുന്ന ടോട്ടൽ കൺസെപ്റ്റ്. എന്താണ് ലോക്ക്? 3 ടൈപ്പ് ഉണ്ട്: ബൈനറി, ഷെയർഡ് ബാർ എക്സ്ക്ലൂസീവ് ആൻഡ് ടു ഫേസ് ലോക്കിംഗ്. ബൈനറി ലോക്ക് എന്താണ്? ലോക്ക് അൺലോക്ക് 2 ഓപ്പറേഷൻ ഉണ്ടാവും, അതെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. ദെൻ ഷെയർഡ് ബാർ എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ റീഡ് ബാർ റൈറ്റ്. ഇത് റീഡിനെ നമുക്ക് ഷെയർ ചെയ്തിട്ട് ഒന്ന് കൂടുതൽ ട്രാൻസാക്ഷന് യൂസ് ചെയ്യാൻ പറ്റും. റൈറ്റ് എക്സ്ക്ലൂസീവ് ആയിരിക്കും. എങ്ങനെയാണ് നടക്കുന്നത് അതിൻ്റെ അൽഗോരിതം. ദെൻ എന്താണ് കൺവേർഷൻ ഓഫ് ലോക്ക്? ടു ഫേസ് ലോക്കിംഗ് എന്താണ്? എങ്ങനെയാണ് ടു ഫേസ് ലോക്കിങ്ങിൻ്റെ അകത്ത് സീരിയലൈസബിലിറ്റി ഗ്യാരണ്ടി ചെയ്യുന്നത്. ദെൻ സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിങ്ങിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.